നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടിപ്പതിഞ്ഞ ഗാനം, പ്രാണനൊഴുകും ഗാനം, ഗാനം. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. छूकर मेरे मन को किया तूने क्या इशारा, बदलाए मौसम लगे प्यारा जग सारा। छूकर मेरे मन को किया तूने क्या इशारा। तू जो कहे जीवन भर तेरे लिए ही गाऊं, तेरे लिए मैं गाऊं कि तेरे होठों पे
लिखता चला जाऊं, लिखता चला जाऊं। तू ही मेरा जीवन, तू ही जीने का सहारा। छूकर मेरे मन को किया तूने क्या इशारा। കാലിൻ കീഴ് പിൻമീൻകളിൻ കുറ്റം എൻ മേലേ. മഞ്ഞുതിരും വഴിയരികെ നാളേറെയായി കാത്തുനിന്നും മിഴി നിറയെ നീ എങ്ങു പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയായി. ആരാധികേ മഞ്ഞുതിരും വഴിയരികെ காற்றலோடு ஸ்நேகம் ஒரு போர்வைக்குள் இரு தூக்கம் குழு குழு பொய்கள் சொல்லி என்னை வெள்ளாய் அது தெரிந்தும் கூட அன்பே மனமதைதான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் வீட்டிலே நீ வேண்டும் சில சமயம் உன் பொன்மடியில் தூங்கினால் போதும் அதே மனம் என் கண்ணுறங்கால் முன் ஜென்மங்களில் ஏக்கங்கள் தீரும். நான் நேசிப்பதும் சுவாசிப்பதும் உன்னையால் தானே. ஏங்குகிறேன் ஏங்குகிறேன் உன் நிறைவால் நானே நான்.
മൂടുമ്പോ ഇരുളു വീഴും വഴിയിൽ നീ ഇതിലെ പോകുമ്പോ പകലൊളി മായുമ്പോ കുളിരല മൂടുമ്പോ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നും നീ പുണർന്നൊരീ താരകം മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങോ മണിക്കുരുന്നേ കനവായി മിഴികളെ കഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ ഉറങ്ങൂ നീ ഉറങ്ങൂ ഉറങ്ങൂ നീ ഉറങ്ങൂ കണ്ടപ്പോ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേനിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മറിവില്ലാണ് നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മറിവില്ലാണ് നീ കൺചിമ്മിയോ നിൻജാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി രാവുകൾ കാറ്റായി വരും നിന്റെ കാൽ താളവും തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പീരിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്റെ കൺകോണിൽ മിന്നും പൊന്നായി കാത്തോള ഒന്നും മിണ്ടാതെന്തേ നീ നിൽപ്പോ മുന്നിൽ മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ കനവറിയാതെ ഏതോ കിനാവു പോലെ മനമറിയാതെ പാറിയ മനസരസോരം പ്രണയനിരാക്കിളി നീ ഷഹാന പാടി ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം വേദമാ
காற்றே என்னை கிள்ளாதிரு பூவே என்னை தள்ளாதிரு காற்றே என்னை கிள்ளாதிரு பூவே என்னை தள்ளாதிரு உறவே உறவே உயிரின் உயிரே புது வாழ்க்கை தந்தவள் அல்லே மலரே மௌனம்மா மௌனமே வேதம்மா மலர்கள் பேசுமா பேசினாலோயுமா அன்பே மலரே மௌனம்மா மௌனமே வேதம்மா ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുള്ള പൂവിരിഞ്ഞു അതിലായിരം ആശകളാലൊരു പൊൻവൽ മണ്ടു ഞാൻ മണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുള്ള പൂവിരിഞ്ഞു അതിലായിരം ആശകളാലൊരു പൊൻവലം നീയും തേൻ വണ്ടു ഞാൻ തേൻ വണ്ടു ഞാൻ. Thank you so much. ഒറ്റൊരു മിനിറ്റ് സ്പെഷ്യൽ താങ്ക്സ് ടു ഓൾ ആർ MBBS സ്റ്റുഡൻസ് എറിക് ഓസ്റ്റൻ ദെൻ റെജ്വൽ തോമസ് ആൻഡ് സാം ഇവര് ഇത്രയും പോസിബിളി വി ഹാഡ് എ പ്രാക്ടീസ് ഓഫ് ചെറുതൊന്നുമല്ല എന്നിട്ട് ഒരു 2-3 വീക്സ് എവ്രി ഡേ ദേ കെയിം ഡൗൺ സ്പെയർ ദ ടൈം പഠിക്കേണ്ട സമയം അപ്പോൾ അവരെ പാസ്സാക്കി വിട്ടേക്കണം ദയവ് ചെയ്ത് പാസ്സാക്കി വിട്ടേക്കണം. ദേ വണ്ടർഫുൾ, ആബ്സല്യൂട്ട് വണ്ടർഫുൾ കിഡ്സ്. താങ്ക് യു സോ മച്ച്. Thank you, band. That was awesome. Band members, povale. As I call out your names, Dr. Ramesh Shivaramakrishnan, Dr. Bino Benjamin, Dr. Kannan Vishwanath, Dr. Apu Sushil, Dr. Anuraj, Dr. Srija, Dr. Atira, Dr. Anusha, Dr. Jane, and Dr. Rosemary. A big round of applause, please. ഇവർ ഇത്രയും തിരക്കുള്ള ആളുകൾ ഇത്ര ഭംഗിയായിട്ടും അത് ചില ഹെവി ഡ്യൂട്ടി സ്റ്റഫ് ആ SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ മലരെയൊക്കെ എടുത്ത് കലക്കി. അപ്പോൾ ദാറ്റ് വാസ് വണ്ടർഫുൾ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ആങ്കർ വിനയ പറഞ്ഞിരുന്നു ഹസ്ബൻഡിനെ കുറച്ചൊന്ന് പുകഴ്ത്തണമെന്ന്. ഈ പഴയ പ്രേമം സിനിമയിൽ വിമൽ സാറിൻ്റെ സബർജിലെ തോട്ടം, അങ്ങനെ ആ ഒരു ലൈൻ. അപ്പോൾ ഞാൻ പുകഴ്ത്തിയിരിക്കുന്നു. സൂപ്പർ. അല്ല, ഇതിനിടയ്ക്ക് അവളൊരു കാര്യം പറഞ്ഞു, ടീം രമേശ്. ദിസ് ഇസ് നോട്ട് ടീം രമേശ്, അബ്സല്യൂട്ട്ലി ദിസ് ഇസ് ടീം ജൂബിലി. താങ്ക് യു സോ മച്ച്. എന്താണേലും എല്ലാവരും എസ്പെഷ്യലി ഭയങ്കര തിരക്കുണ്ടായിട്ടും എല്ലാവരും ടൈം സ്പെയർ ചെയ്ത് പ്രാക്ടീസിന് വന്നു. താങ്ക് യു സോ മച്ച്. അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. താങ്ക് യു. താങ്ക് യു ടീം ജൂബിലി ബാൻഡ്. അപ്പോൾ അടുത്തതായിട്ട് വി ഹാവ് ആ ചീഫ് ഗസ്റ്റ് ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്. Please, could you come on stage? And accompanied by our director, Father Renny Munnan Kurian.
ഈ പ്രാവശ്യം ഞാൻ കറക്റ്റായിട്ട് പേര് പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ പ്ലീസ് ഡു കം ഓൺ സ്റ്റേജ്. Father Francis Pallikunathu is a very humble personality. He is a Diocesian Procurate and also the member of Jubilee Trust. So warm round of applause, please. കുറച്ചുകൂടെ കയ്യടി പോരാ. താങ്ക് യു. പ്രിയമുള്ള പള്ളികുന്നച്ച, ടെർനച്ച, താങ്ക് യു വെരി മച്ച്. വെൽക്കം അപ്ലോസ്. വളരെ സന്തോഷമുണ്ട്. ജൂലൈ 1 നമ്മൾ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചത്. അന്ന് ഫ്ലാഷ് മോബിൻ്റെ ആ വൈബ് ഇപ്പോഴും തീർന്നിട്ടില്ല. അന്നത്തെ വീഡിയോ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ജോബിൻസിൻ്റെയും പിന്നെ SK പിള്ള സാറിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് ചെയ്തത്. വളരെ നന്നായിരുന്നു. അന്നത്തെ ഫ്ലാഷ് മോബിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അന്ന് തുടങ്ങിയ പ്രോഗ്രാമാണ് ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്നത്തെ ഈവനിങ് ഒരു കൾച്ചർ ഈവനിങ്, ഗെറ്റ് ടുഗദർ ഡോക്ടേഴ്സ് ഫാമിലി ഈവനിങ് ഇന്നിവിടെ സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഇതൊരു റിലാക്സിങ് മൂഡാണ്. അത് I appreciate that mood. Relaxing, we can work better. ഇന്ന് ഈ ഈവനിങ്ങിലേക്ക് നമുക്ക് അതിഥിയായിട്ട് കിട്ടിയിരിക്കുന്നത് അതിഥിയല്ല. He was and he is, he will be the part of Jubilee family. എല്ലാവരുടെ പേരിൽ അച്ഛൻ നന്ദിയോടുകൂടിയ സ്വാഗതം പറയുന്നു. അച്ഛൻ്റെ 2 വാക്കുകൾ നമുക്ക് കേൾക്കാം. സ്നേഹമുള്ള റെനിയച്ച, വൈദികരെ, പട്ടുപാടുന്നില്ല. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴേ എന്താ പറയണ്ടതെന്ന് ആലോചിച്ചപ്പോൾ അവിടെ താഴെ ഇരുന്നിട്ടൊരു കാര്യം ചെയ്തു. ഈ നമ്മുടെ വാട്സപ്പിൽ മെറ്റേരൊരു AI ഇതുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് അടിച്ചു നോക്കി ഡോക്ടേഴ്സ് ഡേക്ക് പറയാവുന്ന ബൈബിൾ വേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്ന്. അപ്പോൾ അത് തന്ന ബൈബിൾ വേഴ്സ് ഒരു രസകരമായിട്ടുള്ളൊരു ബൈബിൾ വേഴ്സാണ്. മർക്കോസ് 5:26, സെയിൻറ്റ് മാർക്ക് 5:26. നിങ്ങൾ ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ വാചകം വായിക്കാം. പല വൈദ്യന്മാരുടെയും അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. ഇതൊരു ബൈബിളിലൊരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്കറിയാത്തവർക്ക്, ഇത് ഒരു 12 വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു വചനഭാഗമുണ്ട് ബൈബിളിൽ. 12 വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന ആൾ കർത്താവിലൊന്ന് തൊട്ടാൽ സുഖം പ്രാപിക്കും എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഈശോയുടെ പിറകെ ചെന്ന ആളുടെ ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ആ സ്ത്രീയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്ന വാചകം ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ പലപ്പോഴും ആശുപത്രിയിൽ സ്ഥിരം കേൾക്കുന്ന ഈ കംപ്ലൈൻ്റാണിത്. കാശ് പോയി, അസുഖം മാറിയില്ല എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട്, ഞാനും നിങ്ങളൊക്കെ കുറേ കേട്ടോ. ഞാനും 10-17 വർഷം ഇവിടെ ആയിരിക്കുമ്പോൾ ഒരുപാട് പേര് അവസാനം പോണ നേരത്തൊക്കെ കംപ്ലൈൻറ്റുകൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട്. പക്ഷേ നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഇത് 2000 വർഷം മുമ്പ് എഴുതിയത്. അപ്പോൾ ഇപ്പോഴല്ല ഈ കംപ്ലൈൻറ്റ് തുടങ്ങിയിട്ടുള്ള കംപ്ലൈൻറ്റ് ഇത്രയും വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളായിട്ട് സ്റ്റാർട്ട് ചെയ്ത കംപ്ലൈൻ്റ് അല്ല, പണ്ട് കാലത്തും ആളുകൾക്ക് കംപ്ലൈൻ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം. അത് ഈ പരാതികളും ബുദ്ധിമുട്ടുകളൊക്കെ കേൾക്കുന്നതിൻ്റെ നടുവിലും നമ്മൾ എന്തുമാത്രം ഓരോ ദിവസവും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളത്. കാരണം എൻ്റെ അനുഭവമാണ്, നിങ്ങൾക്കും അനുഭവമുള്ളതാണ്. പലപ്പോഴും ഒരുപാട് പേർക്ക് നമ്മൾ ചെയ്യുന്ന നന്മകളൊന്നും വളരെ കുറച്ച് പേര് വന്നിട്ട് നമ്മളോട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഡോക്ടറെ എനിക്ക് സൗഖ്യമായി, ഡോക്ടർ ചെയ്തത് നന്നായി, അല്ലെങ്കിൽ ഡോക്ടർ കൃത്യമായിട്ട് വന്ന് കണ്ടു, ഇതൊക്കെ വളരെ അപൂർവ ആൾക്കാരെ വന്ന് പറയാറുള്ളൂ. പക്ഷേ എങ്ങാനും ഒരാളുടെ അടുത്തേക്ക് നമ്മൾ ഓടിയെത്താനായിട്ട് 1 മിനിറ്റ് വൈകിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടുകളിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരുപാട് കംപ്ലൈൻറ്റ്, അത് എവിടെയൊക്കെ പറയാമോ, ഏതൊക്കെ തലത്തിൽ പറയാമോ അവിടെയൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കും. പക്ഷേ അത് ഇറ്റ്സ് പാർട്ട് ഓഫ്
നമ്മുടെ ആതുര ശുശ്രൂഷയുടെ ഭാഗമാണ്. ആ രീതിയിൽ എടുത്താൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഏറെ സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. സ്പന്ദനം 5 കാരണം ആദ്യത്തെ വേർഷൻസിലൊക്കെ ഇവിടെ ഒന്നിച്ച് ഇതിൻ്റെ കൂടെയായിട്ട് ഇരുന്ന അവസരങ്ങൾ ഞാൻ ഓർക്കുന്നു. കാരണം ഇങ്ങനൊരു പ്രോഗ്രാം നമുക്ക് ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഡോക്ടേഴ്സ് ഡേ വളരെ ഗൗരവമായിട്ട് ഒരു മീറ്റിംഗ് ആയിട്ട് അവസാനിക്കുന്നതിൽ നിന്ന് ഒരു ഗെറ്റ് ടുഗെദറിൻ്റെ രീതിയിലേക്ക് കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മോഡിലേക്ക് ഇത് മാറിയത് ഏറെ നല്ലതാണ്. കാരണം